ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റ്സ്ഫെയർ മലയാളം. നമ്മൾ +1 ഇംഗ്ലീഷിലെ ലെസൺ 3 ആയിട്ടുള്ള എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ലെസനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേഗം വരണം, എന്നാലേ നിങ്ങൾക്ക് ഈ പാർട്ട് 3 കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓൾസോ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ്ഡ് ഇറ്റ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഷെയർ ദ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ കമൻസൊക്കെ എന്ത് ചെയ്യണം, ഇതിനിടയിൽ അറിയിക്കണം. സോ വി ആർ മൂവിങ് ഓൺ ടു പാർട്ട് 3 ഓഫ് ദ ലെസൺ എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. He saw that her eyes were intently fixed upon his wife, that now and then a few words came, as if in answers from her lips, that her expression was sad and tender, but he saw nothing of bitterness or pain. A deep drawn breath was followed by one of relief, as a weight lifted itself from his heart. On entering, Joy did not go immediately to the little chamber. His heavy tread about the kitchen brought his wife somewhat hurriedly from the room where she had been with Maggie. Joy thought it is best not to refer to the child, nor to manifest any concern in regard to her. അങ്ങനെ മിസ്റ്റർ തോംസൺ നോക്കുന്ന സമയത്ത് മാഗീനോട് ഈ ജെയിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഈ മാഗിയുടെ ഐസ് ആർ ഫിക്സ്ഡ് ഓൺ ഹിസ് വൈഫിനെ നോക്കിക്കൊണ്ടാണ് മാഗി കിടക്കുന്നത്. നൗ ആൻഡ് ദെൻ ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ എന്ത് ചെയ്യാണ്, മാഗി എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കും, ലൈക്ക് യെസ് ഓർ നോ, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് വ്യൂ അവിടെ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താണ്, മാഗി ഈസ് നോ ലോങ്ങർ സാഡ്. മാഗി എന്തല്ല, സാഡല്ല. മാഗിയുടെ ബിറ്റർനെസ്സും പെയിനും ഒക്കെ എന്തായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ തോംസന് ഭയങ്കര ആശ്വാസം തോന്നുകയാണ്. ആൻഡ് ഹീ ഈസ് ടേക്കിംഗ് എ ഡീപ്പ് ബ്രെത്ത്, വളരെ ഡീപ്പായിട്ടൊരു ബ്രീത്തൊക്കെ എടുത്തിട്ട്, ആൻഡ് ഹീ ഈസ് ഫീലിംഗ് ലൈറ്റ് വെയ്റ്റഡ്, എന്താണ്, കുറച്ച് സമാധാനം തോന്നുകയാണ്. ദെൻ ഓൺ എൻറ്ററിങ്, വീട്ടിലേക്ക് കയറുമ്പോൾ ജോയ് വാസ് വെരി കോഷ്യസ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കയറുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒച്ചയുണ്ടാക്കാതെ നേരെ ആ ചേംബറിലേക്ക് പോവാതെ നേരെ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ജോയി വരുന്ന ശബ്ദം കേട്ടിട്ട് മിസ്സസ് തോംസൺ ആ ലിറ്റിൽ ചേംബറിന് പുറത്ത് വന്നു. അപ്പോൾ നമ്മുടെ തോംസൺ വിചാരിച്ചു, വേണ്ട, ഇപ്പം തന്നെ ലിറ്റിൽ ഗേളിനെ പറ്റിയിട്ടൊന്നും ചോദിക്കണ്ട, ഇപ്പോഴേ ചോദിച്ച് പ്രഷറൊന്നും ചെയ്യണ്ട, അതായിരിക്കും ബെസ്റ്റ്. അവർ തമ്മിൽ മെല്ലെ ഒരു ബോണ്ടൊക്കെ ഉണ്ടായിക്കോട്ടെ. ആൻഡ് ഹീ ഈസ് നോട്ട് ഇൻറ്ററപ്റ്റിംഗ് ദാറ്റ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് വിചാരിച്ച് ഒന്നും തന്നെ മാഗിയെ പറ്റി ഒന്നും തന്നെ ചോദിക്കാതെ ജോയ് അകത്തേക്ക് കയറിപ്പോവാണ്. How soon will supper be ready? He asked. Right soon, answered Mrs. Thompson, beginning to bustle out. There was no asperity in her voice. After washing from his hands and face the dust and soil of work, Joe left the kitchen and went to the little bedroom. ഇവിടെ മിസ്റ്റർ തോംസൺ ചോദിക്കുകയാണ്, എപ്പോഴാണ് സപ്പർ റെഡി ആവുക? അപ്പം തന്നെ വൈഫ് റിപ്ലൈ ആണ്, സൂൺ, റൈറ്റ് സൂൺ, പെട്ടെന്ന് തന്നെ റെഡിയാവും. ആൻഡ് ഷീ ഈസ് സെയിങ് ദാറ്റ് ദർ വാസ് എ ആസ്പിരിറ്റി ഇൻ ഹെർ വോയിസ്. ഒരു രൂക്ഷമായ ഒരു ടോണിലാണ് എന്ത് ചെയ്യുന്നത്, വൈഫ് റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ നേരെ നമ്മുടെ ജോ പോയിട്ട് കാലും കൈയൊക്കെ കഴുകി ഡസ്റ്റും സോയിലൊക്കെ കളഞ്ഞ് ഈ ചെറിയ കുട്ടി കിടക്കുന്ന ലിറ്റിൽ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. എ പെയർ ഓഫ് ലാർജ് ബ്രൈറ്റ് ഐസ് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം ഫ്രം ദ സ്നോയി ബെഡ്. ലുക്ക്ഡ് അറ്റ് ഹിം ടെൻഡർലി, gratefully, pleadingly. How his heart swelled in his bosom. With what a quicker motion came the heartbeats. Joe sat down and now, for the very first time, examining the thin frame carefully under the lamplight, saw that it was an attractive face and full of childish sweetness which suffering had not been able to obliterate. Your name is Maggie, he said as he sat down and took her soft little hand in his. Yes, sir. Her voice struck a chord that quivered in a low strain of music. Have you been sick long? Yes, sir. What a sweet patience was in her tone. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ജോയ് തോംസൺ ആ ലിറ്റിൽ ചേംബറിലേക്ക് വരികയാണ്. ആ റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ഐസോട് കൂടി, ബ്രൈറ്റ് പെയർ ഓഫ് ഐസോട് കൂടി സ്നോയി ആയിട്ടുള്ളൊരു ബെഡിൽ, സ്നോയി ബെഡ് മീൻസ് ആ കളറായിരിക്കും ബെഡിൻ്റെ, വൈറ്റ് കളർ ബെഡിൽ ഇങ്ങനെ നമ്മുടെ മാഗി കിടക്കുകയാണ്. അപ്പം മാഗി എങ്ങനെയാണ് ജോയ് തോംസനെ നോക്കുന്നത്,
ടെൻഡർലി, ഗ്രേറ്റ്ഫുള്ളി, പ്ലീഡിംഗ്ലി. സ്നേഹത്തോടെ, വളരെയധികം ആദരവോടെ, നന്ദിയോടെ ആൻഡ് പ്ലീഡിംഗ്ലി, ഒരു അപേക്ഷയോടെ നോക്കുകയാണ്. ആ കുട്ടി അങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ഹീസ് ഫീലിംഗ് സംതിങ് ഇൻ ഹിസ് ഹാർട്ട്. ഒരു ഹാർട്ട് ബീറ്റ് കൂടുകയാണ്, ഇമോഷണൽ ആവുകയാണ് ജോയ് തോംസൺ. അപ്പോൾ തന്നെ ജോയ് തോംസൺ എന്താണ്, പെട്ടെന്ന് മാഗിയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ആൻഡ് പറയുന്നത് എന്താണ്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അമ്മ മരിച്ചുപോയി, സഹോദരങ്ങളില്ല, എന്നിട്ടും ആ കുട്ടിയുടെ ഫേസിലുള്ള ആ ഒരു ചൈൽഡിഷ് സ്വീറ്റ്നെസ് ഇപ്പോഴും പോയിട്ടില്ല. അതെന്തായിട്ടില്ല, ഒബ്ലിട്രേറ്റ് ആയിട്ടില്ല, എന്ന് വെച്ചാൽ ഡിസ്ട്രോയ് ആയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. ആൻഡ് ഹീസ് ആസ്കിങ്, നിൻ്റെ പേര് മാഗി എന്നാണോ? അപ്പോൾ എന്താണ്, നമ്മുടെ മാഗി ഈസ് ലൈക്ക് വെരി പ്രെറ്റി. മാഗി പറയാണ്, അതെ, യെസ് സാർ. എങ്ങനെ, വളരെ മധുരമാർന്ന ഒരു വോയിസിൽ, ക്യുവേർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വിറച്ചുകൊണ്ട് ചെറുതായിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ ഒരു സ്ട്രെയിൻ പോലെ, ഒരു കോഡ് പോലെ, അത്രയും മധുരമായൊരു ശബ്ദത്തിൽ യെസ് സാറാണ്. വളരെ ബഹുമാനത്തോടെയാണ് മാഗി റിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൗ ഹാവ് യു ബീൻ സിക്ക് ലോങ്? എത്ര കാലമായിട്ടാണ് നിനക്ക് വയ്യാതായിരിക്കുന്നത്? ഒത്തിരി കാലമായിട്ട് നിനക്ക് വയ്യാതിരിക്കുകയാണോ? അപ്പോൾ എന്താണ് പറയുന്നത് വീണ്ടും, യെസ് സാർ. അതും എങ്ങനെയാണ്, വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടോണിൽ, വളരെ ക്ഷമയോടെയാണ് നമ്മുടെ മാഗി പറയുന്നത്. ഹാസ് ദ ഡോക്ടർ ബീൻ ടു സീ യു? ഹി യൂസ് ടു കം, ബട്ട് നോട്ട് ലേറ്റ്ലി. നോ സർ. ഹാവ് യു എനി പെയിൻ? സംടൈംസ്, ബട്ട് നോട്ട് നൗ. വെൻ ഹാഡ് യു പെയിൻ? This morning my side ached and my back hurt when you carried me. It hurt you to be lifted or moved about? Yes, sir. Your side doesn't ache now? No, sir. Does it ache a great deal? Yes, sir, but it hasn't ached since I have been on this soft bed. The soft bed feels good? Oh, yes, sir. So good. What a satisfaction mingled with gratitude was in her voice. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? തോംസണും മാഗിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഇവിടെ, ജോയ് തോംസണും മാഗിയും തമ്മിലുള്ള. ജോയ് തോംസൺ വാസ് ആസ്കിങ് ഹർ, ചോദിക്കുകയാണ്, നിന്നെ ഇതിന് മുന്നേ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയാണ്, യെസ്, ഡോക്ടർ ഇതിന് മുന്നേ വന്നിരുന്നു, ഇപ്പോൾ വരുന്നില്ല, പണ്ട് വന്നിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോഴില്ലേ? പറഞ്ഞു, ഇല്ല, ബട്ട് നോട്ട് ലേറ്റ്ലി, ഇപ്പോൾ വരാറില്ല. പിന്നീട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എന്തെങ്കിലും പെയിൻ ഉണ്ടോ? ഹാവ് എനി പെയിൻ നൗ? പറയാണ്, നോ, ഇപ്പോൾ എനിക്ക് പെയിൻ ഇല്ല, പക്ഷേ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. മോർണിംഗ് എന്നെ എടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ സൈഡൊക്കെ എനിക്ക് വേദന ഉണ്ടായിരുന്നു, എൻ്റെ ബാക്ക് വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കില്ല. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പം നിന്നെ ലിഫ്റ്റ് ചെയ്യുമ്പോഴും മൂവ് ചെയ്യുമ്പോഴും നല്ല വേദന വരുമല്ലേ? അപ്പോൾ വീണ്ടും പറയുകയാണ്, യെസ് സാർ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല വേദന വരാറുണ്ട്. ചോദിക്കുകയാണ്, എങ്ങനെയാണ്, ഭയങ്കരമായ പെയിൻ ഉണ്ടാവാറുണ്ടോ? യെസ്, ഉണ്ടാവാറുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഇല്ല. ഈ കംഫർട്ടബിളായിട്ടുള്ള ബെഡിൽ കിടക്കുമ്പം എനിക്ക് നല്ലധികം സുഖമുണ്ട്, എൻ്റെ പെയിനൊന്നും എനിക്കിപ്പോൾ അറിയുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ തോംസൺ ചോദിക്കുകയാണ്, ഈ ബെഡ് കംഫർട്ടബിൾ ആണോ? ഇത് സുഖമാണോ? ഈ സോഫ്റ്റ് ബെഡിൽ നിനക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയണം, യെസ് സാർ, വെരി ഗുഡ്, നല്ല സുഖമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ് ടു ബി ഹിയർ. ഇവിടെ നിൽക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ വളരെ പേഷ്യൻ്റായിട്ടാണ് നമ്മുടെ മാഗി ആൻസർ ചെയ്യുന്നത്. സപ്പർ ഈസ് റെഡി, സെറ്റ് മിസ്സിസ് തോംസൺ, ലുക്കിംഗ് ഇൻ ടു ദ റൂം എ ലിറ്റിൽ വൈൽ ആഫ്റ്റർവേർഡ്സ്. ജോയ് ഗ്ലാൻസ്ഡ് ഫ്രം ഹിസ് വൈഫ്സ് ഫേസ് ടു ദാറ്റ് ഓഫ് മാഗി. ഷീ അണ്ടർസ്റ്റുഡ് ഹിം ആൻഡ് ആൻസേർഡ്, she can wait until we are done. Then I will bring her something to eat. There was an effort at indifference on the part of Mrs. Thompson, but her husband had seen her through the window and understood that the coldness was assumed. Joy waited, after sitting down to the table, for his wife to introduce to the subject uppermost in both of their thoughts, but she kept silent on that theme for many minutes, and he maintained എ ലൈക്ക് റിസർവ്. അങ്ങനെ ഇരിക്കുമ്പോൾ മിസ്സിസ് തോംസൺ എന്ത് ചെയ്യാണ്, ആ റൂമിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, സപ്പർ ഈസ് റെഡി, രാത്രിക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ എന്താണ്, ജോയ് തോംസൻ്റെ നോട്ടം കണ്ടപ്പോൾ വൈഫിന് മനസ്സിലായി എന്താണ് ജോയ് തോംസൺ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ പറയാണ്, ഓക്കെ, നമ്മൾ കഴിച്ച് കഴിയുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, അവൾക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. ആൻഡ് ഷീ ഈസ് ആക്ടിങ് കോൾഡ്. എന്താണ് അവിടെ പറയുന്നുണ്ടല്ലേ, കോൾനെസ്, അസ്യൂംഡ് കോൾനെസ്സാണ്, പ്രിറ്റൻഡ് ചെയ്യാണ്, അഭിനയിക്കുകയാണ്, അത്ര താല്പര്യമില്ലാത്ത പോലെ, ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത പോലെ എന്ത് ചെയ്യാണ്, അഭിനയിക്കുകയാണ്. പക്ഷേ ഓൾറെഡി എന്താണ്, തോംസൺ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടിരുന്നു എന്ത് ചെയ്യുന്നത്, മിസ്സിസ് തോംസൺ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നതും കുട്ടിയെ നോക്കുന്നതും ഒക്കെ. സോ ഇപ്പം എന്താണ്, കോൾഡായിട്ട് ആക്ട് ചെയ്യുകയാണെന്ന് ആർക്കറിയാം, നമ്മുടെ തോംസൺ അറിയാം. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തോംസൺ വാസ് വെയിറ്റിംഗ്. എന്തിന്?
ഭാര്യ ഈ ഒരു വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എടുത്തിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നൈദർ ഓഫ് ദം, രണ്ടുപേരും എന്ത് ചെയ്തില്ല, ഒന്നും തന്നെ സംസാരിച്ചില്ല. ഒരു തീമും എന്ന് വെച്ചാൽ മാഗീനെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീമും അവർ രണ്ടുപേരും ഒന്നും പറയാതെ തന്നെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. At last she said abruptly, "What are you going to do with that child?" "I thought you understood me that she was going to the poorhouse," replied Joe, as if surprised by at her question. Mrs. Thompson looked rather strangely at her husband for a sonic moment and then dropped her eyes. The subject was not again referred to during the meal. At its close, Mrs. Thompson tossed a slice of bread and softened it with milk and butter. Adding to this a cup of tea, she took them into Maggie and held the small waiter on which she had placed them, while the hungry child ate with every sign of pleasure. "Is it good?" asked Mrs. Thompson. ആൻസേഴ്സോ ഒന്നും അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഇവർ ഡിന്നർ കഴിച്ച് കഴിഞ്ഞ പാട് തന്നെ എന്ത് ചെയ്യാണ്, മിസ്സസ് തോംസൺ പെട്ടെന്ന് തന്നെ ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് എടുത്തു, അത് സോഫ്റ്റ് ചെയ്തു, എന്നിട്ട് അതിൽ മിൽക്കും ബട്ടറും പിന്നെ ഒരു കപ്പ് ടീ ഒക്കെ ആയിട്ട് മാഗീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അതൊരു വെയിറ്ററിലിടാണ്. വെയിറ്റർ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പാത്രം, ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു പാത്രത്തിലിട്ടിട്ട് തോംസൺ അത് പിടിച്ച് നിൽക്കുകയാണ്, മിസ്സസ് തോംസൺ അത് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടി വിശപ്പോടെ അത് കഴിക്കുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മിസ്സസ് തോംസൺ ചോദിക്കുകയാണ്, "ഈസ് ഇറ്റ് ഗുഡ്? ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ?" അപ്പോൾ പറയാണ്, "യെസ്." അതങ്ങനെ വളരെ ആസ്വദിച്ച്, എങ്ങനെയാണ് കീൻ റിലിഷ് എന്ന് വെച്ചാൽ വളരെയധികം ആസ്വദിച്ചാണ് നമ്മുടെ മാഗി കഴിക്കുന്നത്. അപ്പോൾ മാഗി പറയാണ്, "യെസ്, ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇത് നല്ലതാണ്, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു." ആ ചൈൽഡ് എന്താണ്, ഒന്ന് പോസ് ചെയ്യണം, ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ആ കപ്പ് ഒന്ന് പോസ് ചെയ്ത് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോട് കൂടിയിട്ട് അവരെ നോക്കിയിട്ട് അതിന് ആൻസർ പറയുകയാണ്. അപ്പോൾ ആ ഒരു നോട്ടം കണ്ടപ്പോൾ നമ്മുടെ മിസ്സസ് തോംസൻ്റെ ഉള്ളിൽ വളരെയധികം ഒരു സന്തോഷം തോന്നുകയാണ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഹാഫ് എ സ്കോർ ഓഫ് ഇയേഴ്സ്, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ഫീൽ, ഒരു അമ്മയാകണം എന്നുള്ളൊരു ഫീൽ, അങ്ങനത്തെ ഒരു ഇമോഷനാണ് ഇവിടെ മിസ്സസ് തോംസണ് ആ ഒരു നോട്ടം കണ്ടപ്പോൾ തോന്നുന്നത്. ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും, അത്രയും നല്ല ഒരു സ്വഭാവമാണ്, അത്രയും നല്ലൊരു ബിഹേവിയറാണ് മാഗിക്കുള്ളത്. സോ ഇവരുടെ ഉള്ളിലൊരു ചേഞ്ചസ് ഒക്കെ വരുന്ന പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. "We will keep her a day or two longer. She is so weak and helpless," said Mrs. Joy Thompson in answer to her husband's remark at breakfast time on the next morning, that he must step down to see the guardian of the poor about Maggie. "She'll be so much in your way," said Joe. "I shall mind that for a day or two, poor thing." Seeing with what a keen relish the food was taken, the child paused with the cup in her hand and answered with a look of gratitude that awoke to new life all human feelings which had been slumbering in her heart for half a score of years. Joe did not see the guardian of the poor on that day, on the next, nor on the day following. In fact, he never saw them at all on Maggie's account, for in less than a week Mrs. Joy Thompson would as soon think of taking her up on about in Alam's house as a sending Maggie there. When light and blessing did that sick and helpless child bring to the home of Joy Thompson, the poor wheelwright, it had been dark and cold and miserable there for a long time, just because his wife had nothing to love and care for out of herself, and so became sore, irritable, ill-tempered, and self-afflicting in the dissolution of her. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരെന്ത് ചെയ്യാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ജോയ് തോംസണ് പറയാണ്, "ഞാനൊരു കാര്യം ചെയ്യാം, ആ ഗോഡിയനെ പോയിട്ട് കാണാം" എന്ന് പറയുമ്പോൾ നമ്മുടെ മിസ്സസ് തോംസൺ അത്ഭുതകരമായിട്ട് പറയാണ്, "വേണ്ട, 1-2 ദിവസമൊക്കെ അവൾ ഇവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല." അപ്പോൾ വീണ്ടും നമ്മുടെ ജോയ് തോംസൺ പറയാണ്, "വേണ്ട, നിനക്കതൊരു പണിയാവും, ലൈക്ക് ഷീൽ ബി സോ മച്ച് ഇൻ യുവർ വേ, നിനക്കത് കുറച്ച് പണി കൂടുതലായിരിക്കും" എന്ന് പറയുമ്പം നമ്മുടെ മിസ്സസ് തോംസൺ പറയാണ്, "നോ, അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കതത്ര വലിയ പ്രശ്നമല്ല.
1-2 ദിവസം ഇവിടെ നിൽക്കട്ടെ, പാവം കുട്ടി, പൂവർ തിങ്. ആൻഡ് ദ തിങ് ഈസ്, അതിനുശേഷം എന്താണ്, അതിൻ്റെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ ഒന്നും തന്നെ ജോയ് തോംസൺ എന്ത് ചെയ്തിട്ടില്ല, ഗോഡിയനെ പോയി കണ്ടിട്ടില്ല. പൂവർ ഹൗസിലേക്ക്, ഈ അഭയ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ അയക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. കാരണം അതിനുള്ളിൽ തന്നെ മാഗിയും നമ്മുടെ മിസ്സസ് തോംസണും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവുകയാണ്. ആൻഡ് മിസ്സസ് തോംസൺ പറയാണ്, വേണമെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോവാം, എന്നാലും എന്ത് വേണ്ട, മാഗീനെ അങ്ങോട്ട് വിടണ്ട. ഓക്കെ. ആൻഡ് സെൻഡിങ് മാഗി ദർ വേർ ആലംസ് ഹൗസ് എന്ന് വെച്ചാൽ എന്താണ്, പൂവർ ഹൗസ്. പൂവർ ഹൗസിലേക്ക് ഇനി മാഗീനെ അയക്കുന്ന കാര്യം ചിന്തിക്കാനേ ഇവർക്ക് വയ്യ. ഇവരെ വീട്ടിലേക്ക് വളരെ ഡാർക്കായിരുന്ന, കോൾഡായിരുന്ന, മിസറബിളായിരുന്ന, വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ഇവരെ വീട്ടിലേക്ക് ഒരു ഏഞ്ചലിനെ പോലെയാണ് നമ്മുടെ മാഗി വന്ന് കയറിയതും. സ്നേഹിക്കാനും സംസാരിക്കാനും ആരുമില്ലാതെ ഏകാന്തമായിട്ടുള്ള, അലോണായിട്ടുള്ള, വളരെ എന്താ പറയുക, സോളിറ്റ്യൂഡായിട്ടുള്ള ഒരു ലൈഫ് നയിച്ചുകൊണ്ടിരുന്ന വൈഫിന്, നമ്മുടെ മിസ്സസ് തോംസണ് ഇപ്പോൾ മാഗി ഉണ്ട്. ആൻഡ് ദേ ആർ ലൈക്ക് വെരി ഡിയർ ടു ഈച്ച് അതർ നൗ. രണ്ടുപേർക്കും ഇപ്പോൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. സോ ഇനി മാഗീനെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവരെത്തുന്നത്. ഓൾസോ വളരെ ഇറിറ്റബിളായിട്ടുള്ള, ഇൽ ടെമ്പേർഡായിട്ടുള്ള, സെൽഫ് അഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മിസ്സസ് തോംസൻ്റെ സ്വഭാവവും ക്യാരക്ടറും ആകെ മാറി ഒരു മദർലി ഫിഗറിലേക്ക് ഇവിടെ ആര് മാറുകയാണ്, മിസ്സസ് തോംസൺ മാറുകയാണ്. Now the sweetness of that sick child, looking ever to her in love, patience and gratitude, was a honey to her soul, and she carried her in her heart as well as in her arms, a precious burden. As for Joe Thompson, there was not a man in all the neighborhood who drank daily of a more precious wine of life than he. An angel had come to his house, disguised as a sick, helpless, and miserable child, and filled all its dreary chambers with the sunshine of love. So here comes the ending of the story. ഇവിടെ നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ്. എന്താണ്, ആ സിക്കായിട്ടുള്ള, വയ്യാത്ത ആ ഒരു കുട്ടി ആ വീട്ടിൽ വന്ന് കയറിയതോടുകൂടി അവിടെ ലവും പേഷ്യൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ വരികയും ആ വീടിൻ്റെ ആ ഒരു ഡാർക്ക് മൂഡ് തന്നെ മാറുകയും ഒരു സൺഷൈൻ ആ വീട്ടിൽ വരികയും ചെയ്യുകയാണ്. ആൻഡ് അത്രയും ആ ഒരു നമ്മുടെ മാഗിയെ വിശേഷിപ്പിക്കുന്നത് എന്താണ്, പ്രഷ്യസ് ബർഡൻ, അമൂല്യമായിട്ടുള്ളൊരു ബേർഡനാണ്. ആൻഡ് അവൾ ഒരിക്കലും എന്തല്ല, ഒരു വയ്യാത്ത നോട്ടി ആയിട്ടുള്ള ലിറ്റിൽ ബ്രാറ്റ് അല്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷീ ഈസ് എ ഏഞ്ചൽ. എന്താണ്, ഷീ ഈസ് എൻ ഏഞ്ചൽ, ഒരു ഏഞ്ചലാണ്. ആൻഡ് ഇവരെ വീട്ടിലേക്ക് ഡിസ്ഗൈസായിട്ട്, വേഷം മാറിയിട്ട് വന്ന ഒരു ഏഞ്ചലാണ് മാഗി എന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു നൈബർഹുഡിൽ ഒരിക്കലും ആർക്കും കിട്ടാത്തത്ര ഭാഗ്യങ്ങളാണ് പിന്നീട് നമ്മുടെ ജോയ് തോംസണ് കിട്ടുന്നതും. ആ വീൽ റൈറ്റ് ആയിട്ടുള്ള അയാളുടെ ലൈഫ് നന്നാവുകയും ചെയ്യാണ്. ആൻഡ് ആ ഒരു ചെറിയ വീട് എന്ത് ചെയ്യാണ്, ആ ഒരു കുട്ടി വന്നതോടുകൂടി വളരെയധികം സന്തോഷവും വളരെയധികം നല്ല സമൃദ്ധിയും ഒക്കെ സംഭവിച്ചുകൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഒരു ദിവസം ആ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നീട് പോർ ഹൗസിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ മാഗി പിന്നീട് അവരുടെ മോളായി ആ വീട്ടിൽ ജീവിക്കുകയാണ്. ഷീസ് എൻ ഏഞ്ചൽ, ഒരു മാലാഖയാണ്. എങ്ങനെ, ഡിസ്ഗൈസായിട്ട്, വേഷം മാറിയിട്ട് ആ വീട്ടിലേക്ക് ഒരു വയ്യാത്ത കുട്ടിയെപ്പോലെ വന്ന ഒരു മാലാഖയാണ് എന്നാണ് അവർ രണ്ടുപേരും പിന്നീട് വിശ്വസിക്കുന്നത്. സോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചെറിയ ഒരു ആക്ഷൻ പോലും ഒരുപാട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന്. അന്ന് ആ വീട്ടിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയ മാഗിയെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഒരു നേരത്തെ ഫുഡ് കൊടുക്കാമെന്ന് കരുതിയേ ഉള്ളൂ, അല്ലാതെ അവിടെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, വളർത്തണമെന്നോ സ്വന്തം മോളായി നോക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ആക്ഷൻ ജോയ് തോംസൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ആക്ഷന് പോലും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവാം എന്നുള്ളൊരു മോറലാണ് നമുക്ക് ഈ കഥ തരുന്നത്. സോ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു ആക്ഷൻ നമ്മൾ എടുത്താലും ഫ്യൂച്ചറിൽ അതിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകാം എന്ന് നമ്മൾ ഓർക്കുക. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഹോപ്പ് ഓൾ ഓഫ് യു ലൈക്ഡ് ഇറ്റ്. ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് ഇറ്റ്, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ വീഡിയോസ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. And please to enable the bell icon, then only you will get further notification. Thank you all. Thank you so much for watching. Stay tuned for the next video.